Good morning, all. ഗുഡ് മോർണിംഗ്. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ശ്രീജിത്ത് സാറാണ്. സാർ സൈക്കോളജിസ്റ്റ് ആണ്. സാറിന് മുമ്പ് നമുക്കൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാം. താങ്ക് യു സച്ചിൻ. ഇതിന്റെ ശബ്ദം ക്ലിയർ ആണെന്ന് കരുതുന്നു. എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് കരുതുന്നു. സ്ലൈഡും കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം ഞാൻ കഴിഞ്ഞ ഒരു ടോപ്പിക് എടുത്തിരുന്നു. മാർച്ചിലായിരുന്നു എന്ന് തോന്നുന്നു. ഇമോഷണൽ ലിറ്ററസി എന്നൊരു ടോപ്പിക്. അത് അറ്റൻഡ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് അറ്റൻഡ് ചെയ്യുന്നവരിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യേ, ചാറ്റിൽ ചെയ്ത് എന്തെങ്കിലും പറയാമോ? അത് അറ്റൻഡ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ? കേട്ടിട്ടുണ്ടോ റെക്കോർഡിംഗ്? ഇല്ല, ആരും ഇല്ല. ഓക്കെ ഓക്കെ, പറ്റിയാൽ അതിന്റെ റെക്കോർഡിംഗ് ഒന്ന് കേൾക്കണം. കാരണം അതിന്റെ ഒരു രണ്ടാം ഭാഗം എന്ന് വേണമെങ്കിൽ ഈ ടോപ്പിക്കിന് പറയാം. കഴിഞ്ഞ ഇമോഷണൽ ലിറ്ററസി എന്ന ടോപ്പിക്കിൽ ഞാൻ പൊതുവെ എല്ലാ ഇമോഷൻസിനെയും പറ്റിയാണ് പറഞ്ഞിരുന്നത്. അതായത് ഏതൊക്കെയാണ് നമ്മുടെ ഇമോഷൻസ്, അതെന്തിനാണ് നമുക്ക് പ്രപഞ്ചം തന്നിട്ടുള്ളത്. അതിപ്പോൾ ദുഃഖമാവട്ടെ, ഭയമാവട്ടെ, ദേഷ്യമാവട്ടെ. അന്ന് ഞാൻ സന്തോഷത്തെക്കുറിച്ച് അധികം ഒന്നും പറഞ്ഞില്ല. അന്ന് സന്തോഷത്തെക്കുറിച്ച് എന്ത് പറയാനാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെല്ലാവരും നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും എപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ തേടിക്കൊണ്ടിരിക്കുന്നത് ഹാപ്പിനെസ് ആണ്. അതെന്തൊക്കെയും പറഞ്ഞാലും അവസാനം വന്നെത്തുന്നത് ഹാപ്പിനെസ് ആണ്, അല്ലെ? ചിലർ പറയും ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയും, അല്ലെ? എന്തുകൊണ്ട്? കാരണം മക്കളുടെ സന്തോഷത്തിന് വേണ്ടി. അത് എന്തുകൊണ്ട്? കാരണം മക്കളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അപ്പൊ എന്ത് എൻഡ് വന്നു നിൽക്കുന്നത് എൻ്റെ സന്തോഷത്തിലേക്ക് തന്നെയാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ എന്താണോ തേടുന്നത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആരുടെ കൂടെയാണോ, നമ്മുടെ ആൾക്കാരായാലും എന്തൊക്കെയായാലും അൾട്ടിമേറ്റ്ലി നമ്മളത് ചെയ്യുന്നതെല്ലാം നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. അത് പല രൂപത്തിലും പല ഭാവത്തിലും പല ആൾക്കാരിലൂടെയും പല അങ്ങനെയാണെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് സന്തോഷം എന്നൊന്നും ചോദിക്കുന്നില്ല, കാരണം അത് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കാം, നിങ്ങളുടെ സന്തോഷം എന്തിലാണ്? എന്താണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത്? വാട്ട് ഗിവ്സ് യു ഹാപ്പിനെസ്? വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ് ഡിപ്പെൻഡന്റ് ഓൺ? അതൊന്ന് പറയാമോ? അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? എല്ലാവർക്കും അവരുടേതായ ഇതുണ്ടാവും കേട്ടോ. കാരണം ഇതിൽ ശരി ഉത്തരം തെറ്റുത്തരം ഒന്നുമില്ല. അപ്പൊ പറയാം, എന്താണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത്? വേഗം പറയൂ, എല്ലാവരും പറയൂ. എല്ലാവർക്കും ഉണ്ടല്ലോ സന്തോഷം കിട്ടുന്നത്. എനിക്ക് സന്തോഷം തരുന്നത് എന്റെ ജോലികളൊക്കെ നന്നായിട്ട് ചെയ്യാൻ കഴിയുമ്പോ ആ, സന്തോഷം. ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്. 12 പേരുണ്ട് ഇവിടെ. മിനിമം 10 ഉത്തരം വേണം എനിക്ക്, എന്നാലേ നമ്മൾ മുന്നോട്ട് പോവല്ലോ. അൺമ്യൂട്ട് ചെയ്ത് പറയാം. ആ, ആരോഗ്യമുള്ള ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷവതിയാണ്. ആരോഗ്യമുള്ള, അതായത് ആരോഗ്യം വേണം അല്ലെ? മനസ്സും ശരീരവും ആരോഗ്യമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ സന്തോഷവതിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ്. വരട്ടെ, വെറൈറ്റി പോരാ. ഇനിയും ആൻസേഴ്സ് വരട്ടെ. വേഗം വരട്ടെ. ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കണോ? അങ്ങനെയാണെങ്കിൽ വേഗം വേഗം ആവോ? അപ്പോൾ പാർട്ടിസിപ്പന്റ് ലിസ്റ്റിൽ കാണുന്നത് അക്ഷര, ആശ, ഡോക്ടർ രാജേന്ദ്രൻ, ഫസി നിസാർ, ഞാൻ പേര് തെറ്റി വിളിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ജമീല, മോട്ടോറോല, നുസ്രത്ത്, രാജലക്ഷ്മി. വേഗം പറയൂ. അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം.
പറയൂ. സ്വന്തം തൊഴില് ഓക്കെ. ആത്മാർത്ഥമായിട്ടും ആ അർപ്പണ മനോഭാവത്തോടുകൂടിയും ചെയ്യുന്നതിലാണ് എൻ്റെ സന്തോഷം. ഓക്കെ താങ്ക് യു. തൊഴിൽ, കരിയർ, അത് ഫുൾ ഡെഡിക്കേഷനും കൂടി ചെയ്യുമ്പോൾ സന്തോഷമാണ്. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ ഈ ചോദിക്കുന്നതിന് കാരണമുണ്ട് കേട്ടോ. നമ്മള് ഇന്നത്തെ ടോപ്പിക്ക് ഒരു ഇൻഫോർമേറ്റീവ് ടോപ്പിക് അല്ല. നിങ്ങൾ ഒരു പൂർണ്ണ ഇൻവോൾവ്മെന്റോട് കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് മനസ്സിലാക്കിയാൽ യു വിൽ ബി എ ചേഞ്ച്ഡ് പേഴ്സൺ. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ്. ഓക്കെ, അത് കാരണമാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ച് ഓരോരുത്തരോടും ഉത്തരം ചോദിക്കുന്നത്. കാരണം ഈ ഉത്തരം നിങ്ങൾക്ക് പിന്നീട് ഇന്നത്തെ സെഷൻ അതായിട്ട് കണക്ട് ചെയ്തിട്ട് ആലോചിച്ചെടുത്ത് നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം വരുത്താൻ നിങ്ങളെ സഹായിക്കും. അത് കാരണമാണ് ഞാൻ ചോദിക്കുന്നത് ഓരോരുത്തർ. അല്ലെങ്കിൽ ഞാൻ ഇത്ര സമയം എടുത്ത് ചോദിക്കില്ലായിരുന്നു. അത് ഇനിയും പറഞ്ഞോളൂ, ആൻസേഴ്സ് പറഞ്ഞോളൂ. ഇനി ചാറ്റിൽ വരുന്നുണ്ടോ? ടോക്കിംഗ് ടു പാരന്റ്സ് ഓഫ് സ്പെഷ്യൽ നീഡ്സ്. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കളോട് സംസാരിക്കുമ്പോൾ സന്തോഷമാണ്. ജോലി, കുട്ടികളോട് വിദ്യാഭ്യാസം, ആരോഗ്യം. ഓക്കെ, ഇതുവരെ പറഞ്ഞ എല്ലാതും കമ്പൈൻ ആയിട്ട് അക്ഷരം എഴുതിയിട്ടുണ്ട്. ജോലി, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം. ഓക്കെ, ഒരുവിധം നമുക്ക് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. ആരോഗ്യം ആയിക്കോട്ടെ, ആൾക്കാരോട് ഇടപെടുന്നതായിക്കോട്ടെ, ജോലി ചെയ്യുന്നതായിക്കോട്ടെ, ആരോഗ്യം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ പൊതുവെ നമുക്ക് ഒന്ന് കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ ഇത് തന്നെയാണ്. ഇപ്പോൾ കുട്ടികളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി അത് പീപ്പിളിലേക്ക് വന്നു അല്ലെ? ഒബ്ജക്ട്സ്, ഇത് ആരും പറഞ്ഞില്ല, പക്ഷേ ഏറ്റവും അധികം നമ്മുടെ ആൾക്കാരിൽ സന്തോഷം ഡിപ്പെൻഡ് ചെയ്യുന്നത് വസ്തുക്കളിലാണ്, ഒബ്ജക്ട്സിലാണ്. നമ്മൾ എപ്പോഴും അത് തന്നെയല്ലേ, നമ്മൾ കടയിൽ പോകുന്നതും ഷോപ്പിംഗ് ചെയ്യുന്നതും, അത് വീട് വെക്കുന്നത് സന്തോഷമാണ് അല്ലെ? ഇത് എന്തെങ്കിലും കാറ് മേടിക്കുന്നത് സന്തോഷമാണ്, ഡ്രസ്സ് മേടിക്കുന്നത് സന്തോഷമാണ്, അല്ലെങ്കിൽ എന്ത് തന്നെ മേടിക്കുന്നതായാലും ഒബ്ജക്ട്സിലൂടെ നമ്മൾ സന്തോഷം കണ്ടെത്താറുണ്ട്. അച്ചീവ്മെന്റ്സിലൂടെ സന്തോഷം കണ്ടെത്താറുണ്ട് അല്ലെ? എന്തൊരു കാര്യം നന്നായിട്ട് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അച്ചീവ്മെന്റ്സിൽ വരും. കാരണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നല്ല മാർക്കോട് കൂടി പാസ്സാവുക, അതൊരു അച്ചീവ്മെന്റ് ആണ് അല്ലെ? നല്ല ഡിഗ്രി കിട്ടുക, നല്ല ജോലി കിട്ടുക, അങ്ങനെ നമുക്ക് 3 കാറ്റഗറിയിൽ നമുക്ക് ഇടാൻ പറ്റും. നമ്മുടെ സന്തോഷം ഇതുമല്ലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ ഈ 3 കാറ്റഗറി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഏറ്റവും പഴയ ഓൾഡസ്റ്റ് ബിലീഫ് സിസ്റ്റം ആണ്. നമ്മുടെ ഉള്ളിൽ ചെറുപ്പത്തിലെ പ്രോഗ്രാം ചെയ്തു വരുന്ന ഒരു ബിലീഫ് സിസ്റ്റം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം പറഞ്ഞത്. കുട്ടികളായിക്കോട്ടെ, മറ്റുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളായിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, അച്ചീവ്മെന്റ്സ് ആയിക്കോട്ടെ, ഇതിലെല്ലാത്തിലും ഒരു കോമൺ കാര്യമുണ്ട്. എന്താണെന്നറിയാം? ഇതെല്ലാം പുറമേ ഉള്ള കാര്യങ്ങളാണ്, ഇത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളല്ല. നമ്മൾ ഇമോഷണൽ ലിറ്ററസിയുടെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, നമ്മുടെ സ്ഥായിയായ ഭാവം, പ്രപഞ്ചം നമ്മൾ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ സ്ഥായിയായ ഭാവം സന്തോഷമാണ്. നമുക്ക് ദുഃഖത്തിനാണ് ഒരു കാരണം വേണ്ടത്, നമുക്ക് ഭയത്തിനാണ് ഒരു കാരണം വേണ്ടത്, നമുക്ക് ദേഷ്യത്തിനാണ് ഒരു കാരണം വേണ്ടത്. പക്ഷേ സന്തോഷമായിട്ടിരിക്കാൻ ഒരു കാരണം വേണമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ സ്ഥായിയായ ഭാവം, ഇതിന്റെ പ്രൂഫ് എന്താണ്? ഇതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ, നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു? കുട്ടിയായിട്ടല്ലേ നമ്മൾ ജനിച്ചത്. കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ടാണ്. കുട്ടികൾക്ക് സന്തോഷമായിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണോ? അവർക്ക് വലിയ വില കൂടിയ കളിപ്പാട്ടങ്ങൾ വേണോ? അല്ലെങ്കിൽ ഒരുപാട് കൂട്ടുകാരെ പോലും വേണോ? അല്ലെ? അല്ലെങ്കിൽ കുറെ സ്ഥലമുള്ള സ്പേസ് വേണോ? അങ്ങനെ ഒന്നുമില്ല. അവർക്ക് ഒരു ചെറിയ ഒരു കോർണറിൽ ഒരു തീപ്പെട്ടി കൂട് കിട്ടിയാൽ പോലും അവരതിനെ ഒരു കാറാക്കി കളിച്ച് അവർ സന്തോഷമായിട്ടിരിക്കും അല്ലെ? അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വീടും മുട്ടും കാലുമേ തട്ടി പൊട്ടി, അപ്പൊ കുറച്ചു നേരം കരയും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ മറക്കും, വീണ്ടും അവർ സന്തോഷമായിരിക്കും. അപ്പൊ സന്തോഷമാണ് നമ്മുടെ സ്ഥായിയായ ഭാവം. ഞാനിപ്പോ നമ്മൾ വളർന്നു വലുതാകുമ്പോൾ അത് മാറി വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ. ഓക്കെ, എപ്പോഴും സന്തോഷം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ ആഹ്ലാദിച്ച് ഓടിച്ചാടി കളിച്ച് ചിരിച്ച് അങ്ങനെയല്ല. അതായത് മനസ്സിന് ഒരു ബാലൻസ്, ഒരു ശാന്തത, നമ്മൾ അറ്റ് പീസ് എന്ന് നമ്മൾ പറയും.
അതാണ് നമ്മൾ സന്തോഷത്തിന്റെ ഒരു ബ്രോഡ് കാറ്റഗറി ആയിട്ട് പറയുന്നത്. അതായിരിക്കണം നമ്മുടെ മനോഭാവം ജനറലി. എന്തെങ്കിലും കാരണവശാൽ ദുഃഖം വന്നു, പേടി വന്നു, അത് വേറെ കാര്യം. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സന്തോഷം മറന്നുപോയിട്ട് അതിനെ തേടിക്കൊണ്ടിരിക്കുന്നു, അത് നേടാൻ ശ്രമിക്കുന്നു, അത് ജോലിയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നു, മക്കളിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നു, ആൾക്കാരോട് ഇടപെടുമ്പോൾ അതിലൂടെ ശ്രമിക്കുന്നു, വസ്തുക്കളിലൂടെ, അല്ല വീട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ ഡ്രസ്സ് മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടുമ്പോൾ, ഒരു പ്രൊമോഷൻ കിട്ടുമ്പോൾ. അപ്പൊ എന്താണ് നമ്മൾ കണ്ടീഷൻ വെക്കാണ് പുറമേ ഉള്ള കാര്യങ്ങളിൽ. ശരിക്കും സന്തോഷം എങ്ങനെയായിരിക്കണം? അത് പെർമനന്റ് ആയിരിക്കണം, അത് നാച്ചുറൽ ആയിരിക്കണം, അത് ഉള്ളിൽ നിന്ന് വരണം. അപ്പൊ അതെങ്ങനെ എന്ന് ഞാൻ ഇന്നൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു അല്ലേ, ആരാണ് നമുക്ക് സന്തോഷം സൃഷ്ടിക്കുന്നത്? പക്ഷെ ബൈ ദ വേ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സന്തോഷം സൃഷ്ടിക്കുന്നത്? ഒരു വിധത്തിൽ ആൾക്കാർ പറഞ്ഞു അല്ലെ, പീപ്പിൾ, ഒബ്ജക്ട്സ്, അച്ചീവ്മെന്റ്സ് നമ്മൾ പറഞ്ഞു. ആൾക്കാർ, ഇപ്പൊ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, ഇന്നിപ്പോ നമ്മുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ പേരൻസിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അപ്പൊ ആ കുട്ടികളുടെ പേരൻസ് ആണോ നമുക്ക് സന്തോഷം നൽകുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലെ. കുട്ടികളുടെ പേരൻസ് ആണോ നമുക്ക് സന്തോഷം നൽകുന്നത്? അത് അവരോട് സംസാരിക്കുമ്പോൾ നമ്മളാണോ സന്തോഷം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ സാധാരണ ഒരാൾ വന്നിട്ട് നമ്മളൊന്ന് ചീത്ത പറഞ്ഞിട്ടെങ്കിൽ അതൊരു ബട്ടൺ ഞെക്കാണ്. അപ്പൊ തന്നെ നമ്മൾ ട്രിഗർ ആവും, നമ്മൾ പ്രതികരിക്കും, നമ്മൾ ദേഷ്യപ്പെടും അല്ലെ. ആരെങ്കിലും വന്ന് നമ്മളോട് ഒരു കാര്യം നല്ലത് പറഞ്ഞിട്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കും. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ റിമോട്ട് കൺട്രോളുമല്ലാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ റെസ്പോൺസ്, അതെങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു കുട്ടികളുടെ അച്ഛനമ്മമാരോട് സംസാരിക്കുന്നത് സന്തോഷമാണ്. അപ്പോൾ ആ കുട്ടികളുടെ അച്ഛനമ്മമാർ, അവരാണ് ഒരു സ്റ്റിമുലായി എന്ന് പറയുന്നത് അല്ലെ. സ്റ്റിമുലായി, അതായത് അവർ കാരണം ആണ് നമ്മുടെ ഉള്ളിൽ നിന്ന് റെസ്പോൺസ് വരുന്നത്. പക്ഷേ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ആരാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജമീല. അപ്പോൾ ജമീല പറഞ്ഞു കുട്ടികളുടെ പാരൻസിനോട് സംസാരിക്കാൻ സന്തോഷമാണ്. പക്ഷെ ഇതേ കുട്ടികളോട്, പാരൻസിനോട്, അവരെ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കും അത്ര തന്നെ സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പക്ഷേ വേറെ സജനോട് സംസാരിക്കുമ്പോൾ സജനയ്ക്ക് അത്ര സന്തോഷം ഉണ്ടാവുന്നുണ്ടാവും അല്ലേ. അപ്പൊ കുട്ടികളുടെ പേരൻസ് ആണ്, അല്ലെങ്കിൽ ആൾക്കാരാണ് സന്തോഷം നമുക്ക് നൽകുന്നെങ്കിൽ അവർ ആരോടൊക്കെയോ സംസാരിക്കുന്ന അവർക്ക് എല്ലാവർക്കും ഒരേപോലെ സന്തോഷം ആവണ്ടേ? അവരാണ് സന്തോഷത്തിന്റെ കാരണമെങ്കിൽ അവർ സംസാരിക്കുന്ന എല്ലാവർക്കും സന്തോഷം ആവണ്ടേ? അങ്ങനെ ആവാറില്ല അല്ലെ. ഇപ്പൊ ജോലിയാണ് എനിക്ക് സന്തോഷം നൽകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലി അത് വേറെ ആര് ചെയ്താലും അവർക്കും അത്ര തന്നെ സന്തോഷം ഉണ്ടാവോ? നിങ്ങൾ സന്തോഷിക്കുന്ന മാതിരി തന്നെ. അതിപ്പോ ഫ്രസ്ട്രേഷൻ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ ജോലി ഇഷ്ടം അല്ല എന്ന് വിചാരിക്കട്ടെ. അപ്പൊ എൻ്റെ ഈ ജോലി ചെയ്യുന്ന എല്ലാവരും എന്നെ പോലെ തന്നെ ദുഃഖിതരാണോ? ജോലി ഇഷ്ടപ്പെടാത്തവരാണോ? അല്ല. ഞാൻ എന്താണ് പറഞ്ഞു വരാൻ പോകുന്നത്? ഈ പറയുന്ന സന്തോഷം, ഈ പറയുന്ന ദുഃഖം, ഈ പറയുന്ന ഫ്രസ്ട്രേഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. അത് നമ്മുടെ റെസ്പോൺസാണ്. ഇപ്പോൾ ഒബ്ജക്ട്സ്, നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ മേടിക്കുന്നു അല്ലെ. നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ നമ്മൾ തോന്നും, ഓ അവരുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്, അവർ ഭയങ്കര സന്തോഷമുള്ള ആൾക്കാരായിരിക്കും അല്ലെ. ഒരു കാർ മേടിച്ചു, ഒരു കാർ മേടിക്കുന്നത് സന്തോഷമാണ് അല്ലെ. ഒരു കാർ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടല്ലേ. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീടിന്റെ മുറ്റത്തൊരു കാർ ഉണ്ടാവണം, കാർ മേടിക്കുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ കാർ മേടിക്കുന്ന വരെയോ അതുവരെ ഒരു സന്തോഷം ഉണ്ടാവില്ല. കാരണം എപ്പോഴാണ് കാർ മേടിക്കാം. കാർ മേടിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും. അത് എത്ര നാൾ നിലനിൽക്കും ആ സന്തോഷം? ഇനി ആയിക്കോട്ടെ, നിങ്ങൾ എക്സാമ്പിൾ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാർ മേടിച്ചു എന്ന് കരുതാം. ഒരു 8 കോടി രൂപ കൊടുത്തിട്ട് നിങ്ങൾ ഒരു കാർ മേടിച്ചു. ആ കാറിന്റെ അടിപൊളി സീറ്റ്സ് ആണ്, മറ്റേ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്, നല്ല മസാജ് ഒക്കെ ചെയ്യാൻ പറ്റും, നല്ല മ്യൂസിക് സിസ്റ്റം ആണ്, സ്മൂത്ത് ആണ്, പവർഫുൾ എഞ്ചിൻ എല്ലാം ഉണ്ട്. അതായത് അതിലും നല്ല വണ്ടി വേറെ ഇല്ല ഈ ലോകത്ത്. അപ്പൊ ആ വണ്ടി നിങ്ങൾക്ക് സന്തോഷം നൽകും. നിങ്ങൾ വണ്ടിയിൽ ഇരിക്കണം. ശരിക്കും വണ്ടി സന്തോഷമാണോ നൽകുന്നത്? ആ വണ്ടി നിങ്ങളെ കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ വിചാരം, നമ്മൾ പറയുന്നത്, നമ്മുടെ മനസ്സിനോട് പറയുന്നത് ഈ വണ്ടിയാണ് എനിക്ക് സന്തോഷം നൽകുന്നത് എന്നാണ്. ഞങ്ങൾക്ക് ഉദാഹരണം പറയാം. ആ വണ്ടിയിൽ നിങ്ങൾ ഇരിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഫോൺ വന്നു, വീട്ടിൽ നിന്നാണ്.
അൺപ്ലസന്റ് ആയ എന്തോ ഒരു കാര്യം വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ? പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത് ആ വണ്ടിയിലാണ്. അതേ വണ്ടി, കോടിക്കണക്കിന് രൂപ കൊടുത്ത് മേടിച്ച വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല, അല്ലേ? പക്ഷെ ഇപ്പോഴും അതേ വണ്ടിയിലായിരിക്കുന്നു. 5 മിനിറ്റ് മുന്നേ ആ വണ്ടിയാണ് സന്തോഷം നൽകിയിരുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇപ്പോൾ ആ വണ്ടി സന്തോഷം നൽകുന്നില്ല? കാരണം നമ്മൾ സന്തോഷം ഉണ്ടാക്കുന്നത് നമ്മളാണ്. ഇപ്പൊ അൺപ്ലസന്റ് ആയ ഒരു കാര്യം കേട്ടപ്പോൾ നമ്മുടെ മനസ്സ് അവിടേക്ക് പോയി. വണ്ടി ഇപ്പോഴും നമ്മളെ കംഫർട്ടായിട്ട് ഇരിക്കുന്നത്. നമുക്ക് ഇപ്പോഴും വണ്ടിയിൽ കംഫർട്ടബിൾ ആണ്. ഇപ്പോഴും അതേ സീറ്റ്സ് ആണ്, അതേ മ്യൂസിക് സിസ്റ്റം ആണ്, അതേ എഞ്ചിനാണ്, എല്ലാം അത് തന്നെയാണ്. ഒന്നും മാറിയിട്ടില്ല, വണ്ടിയിലൊന്നും മാറിയിട്ടില്ല. പക്ഷെ നമ്മുടെ മനസ്സിന്റെ സ്ഥിതി മാറി. അപ്പൊ വണ്ടി നമുക്ക് തരുന്നത് ഫിസിക്കൽ കംഫർട്ടാണ്. പക്ഷെ നമ്മൾ അതിനെ ഹാപ്പിനെസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പറയുന്നത് വണ്ടിയിൽ കാരണമാണ് എനിക്ക് വീട് നമ്മളൊരു നല്ല വീട് വെച്ചു, നമ്മളൊരു വീട് വെച്ചാണ് എനിക്ക് സന്തോഷം. പക്ഷെ വീട് നമുക്ക് തരുന്നത് ഒരു സുരക്ഷിതത്വമാണ്, ഒരു കംഫർട്ടാണ്, ഒരു സ്പേസ് ആണ്. അങ്ങനെ പല കാരണങ്ങളുണ്ട്, വീടിനോട് ഒരു ഗുണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതെല്ലാം വിട്ടിട്ട് നമ്മൾ പറയുന്നത് സന്തോഷമാണ്. ഇതേമാതിരി തന്നെയാണ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമാണ്, ഇത് മേടിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്, ഇവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരുപക്ഷെ നമ്മളെ പ്രൊഡക്റ്റീവ് ആക്കുന്നുണ്ടാവാം, അല്ലെ? നമ്മൾ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയായിരിക്കും മേടിക്കുന്നത്, ഒരു യൂട്ടിലിറ്റിക്ക് വേണ്ടിയായിരിക്കും മേടിക്കുന്നത്, നമ്മൾക്ക് ഒരു ഈസ്, ഒരു കംഫർട്ട്, എല്ലാത്തിനും വേണ്ടിയായിരിക്കും നമ്മൾ മേടിക്കുന്നത്. പക്ഷെ നമ്മൾ പറയാതെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. കാരണം ഇതേ വണ്ടിയുമേ നാളെ ഒരു ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. എനിക്ക് ദേഷ്യം വരും, എനിക്ക് ദുഃഖം വരും. ഒരു ചെറിയ സ്ക്രാച്ച് മതി. ആ സ്ക്രാച്ച് ഒന്നും പാവാൻ പാടില്ല. ഒരു പക്ഷെ എനിക്ക് ആ സ്ക്രാച്ച് മാറ്റി കളയാൻ പറ്റും, ഒരു പക്ഷെ അത് റിപ്പയർ ചെയ്യാൻ പറ്റും, അതെല്ലാം പറ്റും. പക്ഷെ എന്നാലും ഒരു സ്ക്രാച്ച് മതി എൻ്റെ സന്തോഷം കളയാം. കാരണം വണ്ടിയാണ് സന്തോഷം നൽകുന്നേ എന്നൊരു തെറ്റിദ്ധാരണ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ വണ്ടിയല്ല, വണ്ടി ഒരു സ്റ്റിമുലസ് ആണെങ്കിൽ ആ വണ്ടി തന്നെ എല്ലാവർക്കും ഒരേപോലെ സന്തോഷം നൽകും. വസ്തുക്കൾക്ക് ജീവനില്ല, വസ്തുക്കൾക്ക് ഇമോഷൻസ് ഇല്ല, വസ്തുക്കൾക്ക് നമുക്ക് സന്തോഷം നൽകാൻ കഴിയില്ല. ആ വസ്തുക്കൾ നമ്മുടെ കയ്യിലെത്തുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്കൊരു സ്വർണ്ണമാല ഗിഫ്റ്റ് ചെയ്തു എന്ന് കരുതാം, അല്ലേ? ഒരു സ്വർണ്ണമാല ഗിഫ്റ്റ് ചെയ്തു, തന്നു, സന്തോഷമായില്ലേ? നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. മാല കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ മാല കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പൊ വീട്ടുകാരെ കാണിക്കുന്നുണ്ട്, ജോലിക്ക് ഇട്ടപ്പോൾ പോയിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഒരാൾ പറഞ്ഞു, അയ്യോ ഇത് ഡ്യൂപ്ലിക്കേറ്റാന്ന്. അപ്പൊ ഇത്രയും നേരം ആ ഒരു മാല നിങ്ങൾക്ക് സന്തോഷം നൽകിയിരുന്നത് പെട്ടെന്ന് തന്നെ ആ സന്തോഷം ഇല്ലാണ്ടാവും. ഒരാൾ ഒരു വാക്ക് പറഞ്ഞതാ ഡ്യൂപ്ലിക്കേറ്റാ, പക്ഷെ അതേ മാലയാണ്, ഇത്രയും നേരം നിങ്ങൾക്ക് അത് സന്തോഷം നൽകിയിരുന്നതാണ്. പക്ഷെ ഒരു വാക്ക് പറഞ്ഞു അത് മാറിപ്പോയി, അല്ലെ? അല്ലെങ്കിൽ അത് സ്വർണ്ണമാല തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം. കുറെ പേര് പറഞ്ഞു നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഒരാൾ വന്ന് പറഞ്ഞു ഇത് ചേച്ചിക്ക് മാച്ച് ആവുന്നില്ല കേട്ടോ, സൂട്ടാവുന്നില്ല. ആണോ? സൂട്ടാവുന്നില്ലേ? പോയി, സന്തോഷം പോയി. അപ്പൊ വസ്തുവിൽ നിന്നാണ് നമുക്ക് സന്തോഷം കിട്ടിയിരുന്നെങ്കിൽ ആ സന്തോഷം അതേമാതിരി ഉണ്ടായിരുന്നേനെ. പക്ഷെ പല ആൾക്കാരും വന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ നമ്മുടെ സന്തോഷത്തിന്റെ ഇന്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു വന്നു. ഇനി ആ വസ്തുവാണ് നമുക്ക് സന്തോഷം നൽകിയിരുന്നെങ്കിൽ ആ മാല ആർക്കൊക്കെയാണോ ഞാൻ കൊടുക്കുന്നത് അവർക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടായേനെ, ഇല്ലേ? അപ്പൊ ആ മാല കാണുന്നവരെല്ലാവർക്കും സന്തോഷം ഉണ്ടാവണ്ടേ? പക്ഷെ ആ ഒരു മാല കാണുമ്പോൾ പലരും പല രീതിയിലാണ് ചിന്തിക്കുക. ചിലർ പറയും അടിപൊളി മാല, എനിക്കും ഇത് വേണം. ചിലർ വിചാരിക്കും അയ്യോ എനിക്കിതില്ലല്ലോ. ചിലർക്ക് അസൂയായിരിക്കും, അല്ലെ? ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല, എനിക്ക് ഈ മാലയിലൊന്നും കാര്യമില്ല, സ്വർണം തന്നെ മോശമാണ് എന്ന് നമ്മൾ പറയും, അല്ലെ? കാരണം നമ്മളെല്ലാവരും കാണുന്നത് നമ്മുടേതായ ദൃഷ്ടിയിലാണ്. അപ്പോൾ ഈ പറയുന്ന മാതിരി അത് ഒബ്ജക്ട്സ് ആയിക്കോട്ടെ, ആൾക്കാരായിക്കോട്ടെ, അച്ചീവ്മെന്റ്സ് ആയിക്കോട്ടെ, ഇതിന് പിന്നിൽ നമ്മളുടെ ഹാപ്പിനെസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മളാണ്. അപ്പോൾ ഒരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സൃഷ്ടാവാണ്. റെസ്പോൺസ് ഇസ് ദ ചോയ്സ് ഓഫ് ദ ക്രിയേറ്റർ. ഒരു കാര്യം നടക്കുമ്പോൾ, ഒരു കാര്യം കിട്ടുമ്പോൾ, ഒരു കാര്യം കാണുമ്പോൾ, ഒരാളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കേണ്ട ഒരു ചോയ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സൃഷ്ടാവിൻ്റെ അടുത്താണ്. നമ്മളാണ് തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം
ഹാപ്പിനെസ് ഈസ് മൈ ക്രിയേഷൻ. സന്തോഷം എൻ്റെ സൃഷ്ടിയാണ്. സന്തോഷം എൻ്റെ സൃഷ്ടിയാണ്, മറ്റാരുമല്ല, മറ്റൊരു വസ്തുവല്ല, മറ്റൊരു കാര്യമല്ല, എൻ്റെ ജോലിയല്ല, മറ്റേ ആൾക്കാരല്ല, എൻ്റെ കുട്ടികളല്ല, അവരുടെ വിദ്യാഭ്യാസമല്ല, ഒന്നുമല്ല. സന്തോഷം എൻ്റെ സൃഷ്ടിയാണ്. പക്ഷെ ഞാൻ തീരുമാനിക്കുന്നുണ്ട്, ഇപ്പോ അറിഞ്ഞോ അറിയാതെയോ ഞാൻ കണ്ടീഷൻ ഇടാണ്. എൻ്റെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടിയാൽ എനിക്ക് സന്തോഷം, എൻ്റെ ജോലി എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് സന്തോഷം, ഞാൻ ആരോഗ്യമായിട്ട് ഇരുന്നാൽ എനിക്ക് സന്തോഷം. ഇതൊക്കെ ആരാണ് പറഞ്ഞ് തീരുമാനിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളാണ്. അപ്പൊ നമ്മൾ തന്നെ കണ്ടീഷൻ ഇടുന്നു, നമ്മൾ തന്നെ അതിനെ കുറച്ച് ബുദ്ധിമുട്ടായത് ഇടുന്നു. എന്നിട്ട് അത് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരിക്കും, പക്ഷെ അത് നിലനിൽക്കില്ല. കാരണം എന്താണ്? അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കണ്ടീഷൻ ഇപ്പൊ അച്ചീവ്മെന്റ്സ് ആണ്. അപ്പൊ എനിക്ക് നല്ല മാർക്ക് കിട്ടി പാസ്സാവണം. ഓക്കെ, നല്ല മാർക്ക് കിട്ടി പാസ്സായി, സന്തോഷമായോ? സന്തോഷമായി. ഇനി എന്താ? ഇനി അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി പാസ്സാവണം. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല ജോലി കിട്ടിയാൽ എനിക്ക് സന്തോഷമാവും. പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാവും, എനിക്ക് കുട്ടികളായാലും സന്തോഷമാവും, എനിക്ക് റിട്ടയർമെന്റ് ആയ സന്തോഷമാവും. അങ്ങനെ ഓരോരോ കണ്ടീഷൻ ഇട്ട് വെക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിൽ. അതായത് എല്ലാവർക്കും എല്ലാതും ഒരേപോലെ അല്ലാത്ത, പുറമേയുള്ള എന്ത് വസ്തുക്കളിലും അല്ലെങ്കിൽ പുറമേയുള്ള എന്ത് ആൾക്കാരിലും എന്ത് കാര്യങ്ങളിലും നമ്മൾ സന്തോഷം കണ്ടെത്തിയാൽ അത് ശാശ്വതമായിരിക്കില്ല, അത് പെർമനന്റ് ആയിരിക്കില്ല, അത് സ്ഥായിയായ ഭാവമായിരിക്കില്ല. അതുകൊണ്ടാണ് ഹാപ്പിനെസ് പെർമനന്റ് അല്ലാത്ത. ഹാപ്പിനെസ് പെർമനന്റ് ആവണമെങ്കിൽ നമ്മൾ അത് ഉള്ളിൽ തേടണം. നമ്മുടെ ഉള്ളിൽ നിന്നാണ് അത് വരുന്നത്, നമ്മളാണ് അത് സൃഷ്ടിക്കുന്നത്, നമ്മളാണ് അതിൻ്റെ ക്രിയേറ്റർ. നമ്മുടെ ചിന്തകളിലൂടെ സിമ്പിൾ ഷിഫ്റ്റ് ഇൻ തോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പവർ ഓഫ് തോട്ട്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സാധാരണ പണ്ടൊക്കെ ഇപ്പോൾ ഒരു 2-3 കൊല്ലം മുന്നൊക്കെ അല്ലെങ്കിൽ അതിനൊരു മുന്നൊക്കെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ആരെങ്കിലും കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെ, പെട്ടെന്ന് വന്ന് ബൈക്കാരൻ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളെ ചീത്തയെ വിളിക്കുക, എവിടെ നോക്കിയാടോ, അല്ലെങ്കിൽ എവിടേക്കാണോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ നല്ല ഇപ്പൊ പറയാൻ പറ്റാത്ത കുറച്ച് വാക്കുകൾ നമ്മൾ പറഞ്ഞേക്കാം, അല്ലെ. പക്ഷെ അതേ റെസ്പോൺസ് ഈ കട്ട് ചെയ്ത് പോകുമ്പോൾ എല്ലാ വണ്ടിക്കാരും അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? അതാണ് സ്റ്റിമുലൈ. ഒരാള് വണ്ടി കട്ട് ചെയ്ത് പോയി, അതാണ് സ്റ്റിമുലൈ. അപ്പൊ ആരുടെയൊക്കെ വണ്ടി കട്ട് ചെയ്ത് പോയാലും അവർ ഒരേപോലെയാണോ പ്രതികരിക്കുക? അല്ല. ചിലർ പറയും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാറ്, ഈശ്വര ഭാഗ്യം, വണ്ടിക്കൊന്നും പറ്റിയില്ല, സ്ക്രാച്ച്, ആൾക്കൊന്നും പറ്റിയില്ല, രക്ഷപ്പെട്ടു, അതൊരു അനുഗ്രഹമാണ്, അതൊരു ബ്ലെസ്സിങ് ആണ്, വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ, മുട്ടിയില്ലല്ലോ. അപ്പൊ ഇതേ ഞാൻ കുറച്ചു കാലം മുന്ന് ചീത്ത വിളിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഞാൻ അതിനു വേണ്ടി ഞാൻ താങ്ക് യു പറയും. കാരണം ഒന്നും പറ്റിയില്ല, ഒന്നും സംഭവിച്ചില്ല. എന്താണ് പറ്റിയത്? എൻ്റെ റെസ്പോൺസിന്റെ രീതി മാറി. ആരാണ് അത് മാറ്റിയത്? അത് ഞാൻ തന്നെയാണ് മാറ്റിയത്. എൻ്റെ ചിന്തയിൽ ഞാൻ മാറ്റം വരുത്തിയപ്പോൾ എൻ്റെ ഭാവത്തിൽ മാറ്റം വന്നു, എൻ്റെ സന്തോഷത്തിൽ മാറ്റം വന്നു. ഞാൻ ശാന്തമായിട്ടിരിക്കുന്നു. എനിക്ക് അനാവശ്യമായിട്ട് ഒരാൾ വന്നിട്ട് എന്നെ ഇതാക്കാൻ പറ്റില്ല. അപ്പൊ അവർ ഞാൻ പുറത്തേക്ക് കൊടുക്കുന്നില്ല. നമ്മളാണ് അത് സൃഷ്ടിക്കുന്നത് നമ്മുടെ ചിന്തയിലൂടെ. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി എന്താ വേണ്ടത്? ഒരു അവയർനെസ് വേണം. ഈ അവയർനെസ്സിനെ കുറിച്ച് ഞാൻ പ്രോബബ്ലി വേറൊരു സെഷൻ എടുക്കാം പിന്നീട്. ഓക്കെ, അടുത്ത സെഷൻ മേ ബി അതെ. ബട്ട് ആ അവയർനെസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്ഥായിയായ ഭാവം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ഹാപ്പിനെസ് ഇസ് മൈ ക്രിയേഷൻ, സന്തോഷം എൻ്റെ സൃഷ്ടിയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ശരിക്കും എൻ്റെ ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ മെസ്സേജ്. നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവും, പലതരത്തിലുള്ള ചാലഞ്ചസ് നമ്മുടെ മുമ്പിൽ വരും, പല സാഹചര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും, പല തോൽവികൾ നമുക്ക് നേരിടേണ്ടി വരും. ഇതൊക്കെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇതിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ അപ്സെറ്റ് ആവണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമ്മളൊക്കെ അതിനെ സ്വാഭാവികമായി കരുതിയേക്കാം. അതായത് ആർക്കായാലും ദേഷ്യം വരില്ല, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കായാലും ദേഷ്യം വരില്ല എന്ന് നമ്മൾ പറയും. ഇല്ല, നമ്മുടെ തീരുമാനം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങളുണ്ടല്ലോ, പ്രോബ്ലംസും ചാലഞ്ചസും സാഹചര്യം സിറ്റുവേഷൻസും ഫെയിലിയേഴ്സും, ഇതൊക്കെ പുറമേ ഉള്ളതാ, എക്സ്റ്റേണലാ, നമ്മുടെ കൺട്രോളിലുള്ളതല്ല. അത് കാരണം അതെല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ദുഃഖമായിട്ടിരിക്കുന്നത്, അത് നമ്മുടെ ചോയ്സാണ്. നമ്മൾ എങ്ങനെ അതിനെ നേരിടുന്നോ, നമ്മൾ എന്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നോ, അതുമേ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കും.
അഗൈൻ അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിൽ അതിൻ്റെ ശക്തിയുണ്ട്, നമ്മളാണ് അതിനെ സൃഷ്ടിക്കുന്നത്. അവ സൃഷ്ടിക്കുന്നത് മാറ്റി സൃഷ്ടിച്ചാൽ പോരെ. അപ്പൊ അവർ നമ്മുടെ കയ്യിലാണല്ലോ, പുറമേ അല്ലല്ലോ. അപ്പൊ അതായത് ഇപ്പോ പറയുമ്പോൾ എത്ര എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞു അല്ലേ, കേൾക്കാനും സുഖമുണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കൽ ആണോ അല്ലെ? ഇതൊന്നും നടപ്പിലാവുന്ന കാര്യമല്ല എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാം. ഞാനൊരു ഉദാഹരണം പറയാം. പക്ഷെ ഇത് സംഭവം നടപ്പിലാകുന്നതാണോ അല്ലയോ എന്നല്ല, ഇത് തന്നെയാണ് അതിൻ്റെ സൊല്യൂഷൻ. നമുക്ക് സന്തോഷം എപ്പോഴും വേണമെങ്കിൽ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. നമ്മുടെ ചിന്ത മാറ്റണം, നമ്മൾ അതിനെ കാണുന്ന രീതി മാറ്റണം. നമ്മളാണ് അതിനെ സൃഷ്ടിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു സുഹൃത്ത് ഓക്കെ ജോലിക്ക് ശ്രമിക്കാമെന്ന് കരുതാം. ഓക്കെ, അയാൾ 2-3 ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ആൾക്ക് കിട്ടുന്നില്ല. ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുക, വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജോലി കിട്ടുന്നില്ല. ഭയങ്കര ദുഃഖിതനായിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കാം. അപ്പൊ നിങ്ങൾ അവരോട് എന്താ പറയാ? നിങ്ങളുടെ ഒരു സുഹൃത്ത് ഇന്റർവ്യൂ ഒന്നും ശരിയാവുന്നില്ല, നിങ്ങൾ എന്താ ആളോട് പറയാം? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. ആള് ഭയങ്കര ഡൗൺ ആട്ടോ, അപ്സെറ്റ് ആണ്. നിങ്ങൾ എന്താ പറയാ? നിങ്ങളുടെ വീണ്ടും ശ്രമിക്കാൻ പറയും. ഏതായാലും കിട്ടും, കിട്ടാതിരിക്കില്ല. വീണ്ടും ശ്രമിക്കുക, ശുഭപ്രതീക്ഷയോടുകൂടി ഇരിക്കുക. കിട്ടും, കിട്ടാതിരിക്കില്ല. പ്രതീക്ഷ വളർത്തുക. ഞാൻ 5-6 ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞു, ഒന്നും ശരിയായില്ല. ഞാൻ 100 കണക്കിന് 1000-കണക്കിന് അപേക്ഷകൾ അയച്ചു, ഒന്നും ആയില്ല. എന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെ ശുഭപ്രതീക്ഷയോട് കൂടി ഇരിക്കും? ഞാനാണ് കേട്ടോ നിങ്ങളുടെ സുഹൃത്ത്. ഞാൻ എങ്ങനെ ശുഭപ്രതീക്ഷയോട് കൂടി ഇരിക്കും? ഒന്നും ശരിയാണ്. ഇപ്പൊ ഇനി ഇന്റർവ്യൂ കോൾ പോലും ഇല്ല. പോസിറ്റീവ് സപ്പോർട്ട് കൊടുക്കും, പക്ഷെ എങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും എനിക്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ 6 മാസമായി ജോലി ഇല്ലാണ്ട് 1000-കണക്കിന് അപേക്ഷകൾ അയച്ചു. ഞാൻ 5-6 ഇന്റർവ്യൂ കിട്ടിയുള്ളൂ, അതിലും എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റില്ല. വീട്ടിലാണെങ്കിൽ സാഹചര്യം ഭയങ്കര മോശമാണ്. എന്നിട്ട് എങ്ങനെയാണ് ഞാൻ പോസിറ്റീവായിട്ട് ഇരിക്കുക? ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ശരി, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അപ്പാന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, ശരി. എനിവേ അതൊരു അപ്രോച്ചാണ്. താങ്ക് യു. വേറെ എന്താണ്? ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, അപ്പൊ എന്താ പറയാ? ആദ്യം അവർക്ക് കോൺഫിഡൻസ് കൊടുക്കും, പിന്നെ പറയും ഇതൊരു അവസാനമല്ല. പക്ഷെ ഒരു ഇന്റർവ്യൂ കോൾ പോലും ഇല്ല, ഇപ്പൊ എന്ത് ചെയ്യും ഞാൻ? എങ്ങനെയാണ് നിങ്ങൾ എന്നോട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുന്നത്? വരട്ടെ, ആൻസേഴ്സ് വരും. ഇതൊരു ചലഞ്ച് അല്ലേ? നമ്മുടെ ഫ്രണ്ട് ഒരു ചലഞ്ചിലൂടെ കടന്നു പോവാണ്. ഇപ്പൊ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യരുത്. എന്താ പറയാ അൾട്ടിമേറ്റ്ലി? എന്താ പറയാ? നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. നിങ്ങൾ പോസിറ്റീവ് സപ്പോർട്ട് കൊടുക്കും, നിങ്ങൾ പറയും ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറയും. കാരണം അതാണ് സത്യവും അല്ലെ? നമ്മള് എത്ര സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ, പോസിറ്റീവ് സപ്പോർട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇത് അവസാനമല്ല എന്ന് പറയും. പക്ഷെ നമ്മളാണ് അതിലൂടെ കടന്നു പോയെങ്കിലോ? നമ്മളോട് അത് പറയാറുണ്ടോ? നമ്മുടെ ലൈഫിൽ ഈ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മളോട് തന്നെ പറയാറുണ്ടോ? ഒരാളോട് പറയുമ്പോൾ അത് എളുപ്പമാണ്, പക്ഷെ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന അഡ്വൈസ് ഒന്നും ഫോളോ ചെയ്യാറില്ല. നമ്മൾ ഡൗണോ അല്ലെ? എത്രയോ ടെൻഷൻസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും. പക്ഷെ എന്ത് തന്നെ വന്നാലും നമ്മൾ ഈ പറയുന്ന കാര്യം തന്നെയാണ് അതിന്റെ സൊല്യൂഷൻ. ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ, കാരണം ആള് ടെൻഷൻ അടിച്ചിരുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ടെൻഷൻ അടിച്ച് ഡൗൺ ആയിരുന്നുണ്ടെങ്കിൽ ആൾക്ക് ഇനിയും ഈ പറഞ്ഞ മാതിരി കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഈ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് ദുഃഖിതനായി ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാൾക്ക് ഫ്യൂച്ചറിൽ, ഭാവിയിൽ വേറെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണ്. ആ പോസിറ്റീവായ ഒരു സപ്പോർട്ട് കൊടുക്കുക, ആളെ മോട്ടിവേറ്റ് ചെയ്തെടുക്കുക, ആളെ അപ്ലിഫ്റ്റ് ചെയ്തെടുക്കുക, ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുക,
സംഭവം നമ്മളിത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടത്. കാരണം അതാണ് അതിന്റെ സൊല്യൂഷൻ. നമ്മൾ ടെൻഷൻ അടിച്ച് ദുഃഖിത, ഇപ്പോൾ ഒരു എക്സാമിൽ ഫെയിലായി, കുട്ടി പരീക്ഷയിൽ തോറ്റു. നമ്മൾ ആ കുട്ടീനെ ഒരുപാട് ചീത്തയാണ് പറയാറ്. നമ്മൾ എന്തൊക്കെയാ പറയാ, എത്ര കഷ്ടപ്പെട്ട വളർത്തുന്നത്, അങ്ങനെയാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഇങ്ങനെയാണ്. അപ്പൊ ഒന്നാമത് തോറ്റ ഒരു ദുഃഖം, അതുകൂടാതെ അച്ഛനമ്മമാര് ശാസിക്കുന്ന അത് അതിന് മീതെ, എന്നിട്ട് ഇത്ര അധികം പ്രഷറും ടെൻഷനും കൊടുത്തിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അടുത്ത പ്രാവശ്യം പാസ്സായി വരുന്നത്. തോറ്റത് തോറ്റു, അത് കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഇതാവാൻ വേണ്ടി വേണ്ട സപ്പോർട്ടും ഒരു ആളെ ആശ്വസിപ്പിക്കതും അടുത്ത പ്രാവശ്യം ജയിക്കാൻ വേണ്ട സപ്പോർട്ടും കൊടുക്കേണ്ട, അങ്ങനെ ചെയ്യേണ്ട ഒരു അവസരത്തിൽ നമ്മൾ നമ്മുടെ ഫ്രസ്ട്രേഷൻ ആണ് കുട്ടികളുമേ ഇത് ചെയ്യാറ്, അല്ലെ? അപ്പൊ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ നമ്മുടെ അഡ്വൈസ് നമ്മൾ തന്നെ ഫോളോ ചെയ്യണം. കാരണം നമ്മളൊരു അപ്ലിഫ്റ്റായി പോസിറ്റീവായി ഇരുന്നാലേ നാളെ ഒരു ജോബ് ഇന്റർവ്യൂ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സന്തോഷമായിരിക്കുക, സന്തോഷം മറ്റുള്ളവർക്കും കൊടുക്കുന്നത് അത് നമ്മുടെ ഒരു ചോയ്സ് ആണ്. അത് നമ്മുടെ ചോയ്സ് ആണ് കേട്ടോ. ഞാൻ വീണ്ടും അതാണ് പറയുന്നത്, നമ്മുടെ തീരുമാനമാണ്. കാരണം അത് നമ്മുടെ സൃഷ്ടിയാണ്. റെസ്പോൺസ് ഇസ് ദ ചോയ്സ് ഓഫ് ദ ക്രിയേറ്റർ. ഏത് സാഹചര്യത്തിലും എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവും പവറും ആ ഒരു സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. കാരണം ഞാനാണ് സൃഷ്ടാവ്, ഐ ആം ദ ക്രിയേറ്റർ. ഈ ഒരു മന്ത്രം നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുത്തു. നമ്മൾ എന്ത് കാര്യത്തിൽ പ്രതികരിക്കുമ്പോഴും അവിടെ നമുക്കൊരു ചോയ്സ് ഉണ്ട്. നമുക്ക് ദേഷ്യം വരുമ്പോഴായാലും, നമ്മൾ ചീത്ത പറയുകയാണെങ്കിലും, നമുക്ക് ടെൻഷൻ വരാണെങ്കിലും, നമുക്ക് ദുഃഖം വരാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഒരു സാഹചര്യത്തെ കാണുന്നത്, എങ്ങനെയാണോ ഒരു പ്രോബ്ലത്തെ കാണുന്നത്, എങ്ങനെയാണോ ആൾക്കാരെ കാണുന്നത്, ആ കാണുന്നത് നമുക്ക് അനിവാര്യമായ ഒരു കാര്യമല്ലെങ്കിൽ, നമുക്ക് സന്തോഷം വരുത്താത്ത ഒരു കാര്യമാണെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു ചോയ്സ് നമുക്കുണ്ട്. റെസ്പോൺസ് is a choice of the creator. I am the creator. ഞാനാണ് സൃഷ്ടാവ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. നമുക്ക് ഒരു ചെറിയൊരു മെഡിറ്റേഷനിലൂടെ ഇത് നമുക്കൊന്ന് മനസ്സിലേക്ക് ഏറ്റെടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ഒരു സെക്കൻഡ്. ഓക്കെ, എല്ലാവരും സ്വസ്ഥമായിരിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് റിലാക്സ് ആയിട്ടിരിക്കും. ആഴത്തിലൊരു ശ്വാസം എടുക്കാം, അത് പതുക്കെ പുറത്തേക്ക് വിടാം. ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ സമ്മർദ്ദങ്ങളും അകലുന്നതായിട്ട് സങ്കല്പിക്കണം. നിങ്ങളുടെ മനസ്സ് ഇപ്പൊ ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സന്തോഷം മറ്റൊരാളോ സാഹചര്യങ്ങളോ തീരുമാനിക്കേണ്ട ഒന്നല്ല എന്ന് തിരിച്ചറിയുക. നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറയുക, എൻ്റെ സന്തോഷം എൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. പുറത്തുള്ള ലോകത്തിന് ഞാൻ അനുവദിക്കാതെ എന്നെ സന്തോഷിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ കഴിയില്ല. ഞാൻ ഇനി പറയുന്ന വരികള് നിങ്ങൾ മനസ്സിൽ ആവർത്തിക്കണം. ഓരോ വരിയും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ
അനുഭവിക്കാൻ ശ്രമിക്കണം കേട്ടോ. സന്തോഷം എൻ്റെ തീരുമാനമാണ്. ഇന്ന് ഈ നിമിഷം സന്തോഷമായിരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. സന്തോഷം എൻ്റെ തീരുമാനമാണ്. ഇന്ന് ഈ നിമിഷം സന്തോഷമായിരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. സന്തോഷം എൻ്റെ സൃഷ്ടിയാണ്. എൻ്റെ ചിന്തകളിലൂടെയും മനോഭാവത്തിലൂടെയും ഞാൻ എൻ്റെ സന്തോഷം നിർമ്മിക്കുന്നു. സന്തോഷം എൻ്റെ സൃഷ്ടിയാണ്. എൻ്റെ ചിന്തകളിലൂടെയും എൻ്റെ മനോഭാവത്തിലൂടെയും ഞാൻ എൻ്റെ സന്തോഷം നിർമ്മിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും പ്രകാശപൂർണമാക്കാൻ എനിക്ക് സാധിക്കും. Response is the choice of the Creator, and I am the Creator. സന്തോഷം എൻ്റെ സൃഷ്ടിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ പ്രകാശം വിടരുന്നത് സങ്കല്പിക്കുക. ആ പ്രകാശം നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. നിങ്ങളിപ്പോൾ പൂർണ്ണ സംതൃപ്തരാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. കൈകൾ തമ്മിൽ ഉരസി കണ്ണുകളിൽ വയ്ക്കുക. മുഖത്തൊരു ചെറിയ പുഞ്ചിരിയോടുകൂടി പതുക്കെ കണ്ണുകൾ തുറക്കാം. താങ്ക് യു. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, ഐ എം ഡൺ. സജന കഴിഞ്ഞു കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, നമ്മുടെ എല്ലാം ജീവിതത്തില് സംഭവിക്കുന്ന കാര്യങ്ങൾ 80% നല്ലതും ഒരു 20% ചീത്തയായിട്ടേ വരുള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും ആ 20% പറ്റി ചിന്തിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല നമ്മൾ വേണ്ടത്. നമ്മൾ 80% സന്തോഷിക്കുക വേണ്ടേ. കിട്ടിയതിനെ കുറിച്ച് നമ്മൾ സന്തോഷിക്കുക. അപ്പൊ ബാക്കിയുള്ള 20% കൂടെ നമുക്ക് സന്തോഷം തരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ, അത് ഈ 80ഉം 20ഉം എന്ന കണക്ക് ശരിക്കും നമ്മൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അത് നമ്മളൊരു സ്കെയിൽ എടുത്ത് അളന്നതൊന്നല്ല. അപ്പൊ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഒരു 99% സന്തോഷമുള്ളതും 1% ദുഃഖമുള്ളതാണ് എന്ന് പറയാ. എന്നിട്ട് പറയാ ആ 1% കുറിച്ചാണ് ഞാൻ ചിന്തിക്കാറ്, പക്ഷെ ഇനി തൊട്ട് ഞാൻ 99നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ അത് 1% എന്നുള്ളത് അത്ര വലിയ ശതമാനമായിട്ട് തോന്നില്ല കേട്ടോ. അത് തന്നെയാണ് സത്യവും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്നത്. എനിവേ, താങ്ക് യു. യെസ്, ഡോക്ടർ രാജേന്ദ്രൻ യു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഹലോ, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ രാജേന്ദ്രൻ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും? ഓക്കെ, ഹാൻഡ് ഡൗൺ ചെയ്തു. നല്ലൊരു സെഷൻ ആയിരുന്നു.
സന്തോഷത്തിന്റെ കാര്യം ആ, ആദ്യം സന്തോഷത്തിന്റെ കാര്യം സാർ എല്ലാവരോടും അന്വേഷിച്ചു. എല്ലാവരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ സന്തോഷം അവരവർ തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ള ഒരു ആ, വ്യത്യസ്തമായ ഒരു വ്യൂ, അത് പറയുമ്പോൾ ആണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഉം. പിന്നെ സാറ് എപ്പോഴും ഒരു വെറൈറ്റി ചിന്താഗതിയിലെ ഒരു വെറൈറ്റി, ആ വെറൈറ്റി ആണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശരിക്കും എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് എനിക്ക് ശരിക്കും പറയാൻ ആദ്യം മനസ്സിലായില്ല. ഉം. അവസാനം നമ്മൾ തന്നെയാണ് ക്രിയേറ്റർ എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് ശരിക്കും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ശരിയാണ്. എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മനസ്സിൽ ചിന്തിച്ചു കൂട്ടി ഉം. ആകെ മനസ്സിനകത്ത് ആകെ പുകമറ ഉണ്ടാക്കി ഉം. ദുഃഖിക്കുന്നതിനേക്കാൾ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുകയും മനസ്സിനെ സന്തോഷകരമാക്കുകയും ചെയ്യുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായ ഈ സെഷനിൽ സാറ് വ്യക്തമാക്കി തന്നിരിക്കുന്നു. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മള് മനസ്സില് ശരിക്കും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിൽ ശരിക്കും ഉരുക്കഴിച്ച് നമ്മുടെ മനസ്സിനെ അതിനുവേണ്ടി തയ്യാറ് ചെയ്ത് നമ്മൾ അങ്ങനെ ആകും, അങ്ങനെ ചെയ്യും. അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക എളുപ്പമുള്ള സംഗതി അല്ല. പക്ഷെ നമ്മൾ വീണ്ടും അതിന് ശ്രമിക്കുക എന്നുള്ള ഒരു നല്ല സന്ദേശം സാർ ഈ ക്ലാസ്സിലോട്ട് തന്നിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഞാനൊരു ചെറിയൊരു പോയിന്റ് ആഡ് ചെയ്തോട്ടെ ഡോക്ടർ പറഞ്ഞതില്. ഞാൻ ആ പോയിന്റ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ ഈ പറയുന്നത് ശരിയാണ്. ഓക്കെ, ഇറ്റ് മേക്സ് സെൻസ്. ബട്ട് അവിടെ എവിടെയോ നമ്മുടെ ഒരു ചെറിയൊരു ലിമിറ്റിംഗ് ബിലീഫ് വന്നു ചേരുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഒരു സ്ലൈഡ് തന്നെ ആഡ് ചെയ്തത്. ഇത് പ്രാക്ടിക്കൽ ആണോ? കാരണം എല്ലാവരും ചിന്തിക്കുന്നതാ ഇത് അത്ര എളുപ്പമുള്ളതല്ല എന്ന്. നമ്മളത് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോവും. പക്ഷേ നമ്മൾ ഇതിന് തുടക്കം കുറിക്കുമ്പോൾ, ഇത് എളുപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ അത് അത്രയും ഡിഫിക്കൽട്ടായി വരും. കാരണം ഇതും നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ച ഒരു ചിന്തയാണ്, ഇത് എളുപ്പമല്ല എന്നത്. സംഭവം എന്താണ്? അവയർനെസ് ഇസ് ദ കീ. അല്ലെ, ഞാൻ അതാരണമാണ് നേരത്തെ പറഞ്ഞത്. ഇതിന് അവയർനെസ് ഉണ്ടാവുമ്പോൾ നമ്മൾ എപ്പോഴാണ് അവെയർ ആവുന്നത്, ഓക്കെ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, അപ്പോൾ ഇത് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നൊരു ചിന്ത അല്ലെങ്കിൽ എന്നൊരു ഓർമ്മപ്പെടുത്തൽ അത് നമുക്ക് എപ്പോഴും ഉണ്ടാവുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്. പക്ഷെ ആ ഒരു ഓർമ്മപ്പെടുത്തലും ആ ഒരു അവയർനെസ്സും ഒരു പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കാം. അപ്പൊ അതിനുവേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഓഫ് കോഴ്സ് മെഡിറ്റേഷൻ, ദ കീ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പർപ്പസ് ഓഫ് മെഡിറ്റേഷൻ അത് തന്നെയാണ്. ആ അവയർനെസ്, ബീയിങ് ദ വാച്ചർ എന്ന് പറയില്ലേ, നമ്മളൊരു ദൃഷ്ടാവായിട്ട്, അല്ലെ, നമ്മളൊരു സാക്ഷി ഭാവം എന്നൊക്കെ പറയില്ലേ, നമ്മൾ സാക്ഷിയായിട്ട് നമ്മുടെ ലൈഫിനെ കാണാം. അതാണ് മെഡിറ്റേഷനിലൂടെ നമ്മൾ ശരിക്കും വളർത്തിയെടുക്കുന്നത്. ആ ഒരു അവയർനെസ് ആണ് വളർത്തിയെടുക്കുന്നത്. അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് എല്ലാവരോടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് സംഭവം ഇപ്പൊ കേട്ടപ്പോൾ ഒരു പക്ഷെ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിയാൽ പോലും ഇത് ഡിഫിക്കൽട്ട് ആണ് എന്ന് മനസ്സിലൊരു ധാരണ വെച്ചിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യരുത്. ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നോ, എന്തുകൊണ്ട് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു, എന്നാൽ ശരി ഇനി തൊട്ട് പിന്നെ ചിന്ത മാറ്റിയാൽ മതിയല്ലോ എന്നൊരു ഇതിലൂടെ മുന്നോട്ട് പോകണം. എപ്പോഴാണ് അവെയർ ആവുന്നത്, അപ്പോൾ ഈ തോട്ട് മാറ്റിയാൽ മതി.
പിന്നെ അവയർനെസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത് ഈസി ആവും, ഇത് ഈസി ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ചെറിയൊരു അഡീഷൻ കൂടി എനിക്ക് അതിൻ്റെ കൂടെ പറയാൻ തോന്നി. ഓക്കെ, താങ്ക് യു. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഐ ഹോപ്പ് ഇറ്റ് മേഡ് സെൻസ് അല്ലേ ഡോക്ടറെ? ഞാൻ പറഞ്ഞതിൽ യോജിക്കുന്നില്ലേ? അത് ഞാൻ ഐ മീൻ ഇറ്റ്. ഞാൻ പ്രയാസമുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഇത് മനസ്സിൽ കണ്ടിരുന്നു. അത് എളുപ്പമുള്ളതാക്കാൻ നമ്മുടെ മനസ്സിനെ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ. കാരണം സാർ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളെ ഒരാള് പാസ് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് പോയി കഴിയുമ്പോൾ നമ്മൾ അവനെ വഴക്ക് പറയും. പക്ഷെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് തിരുത്തുന്നു. അത് എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത കാര്യമാണ്. അത് നമ്മുടെ മനസ്സ് പക്വതയാവുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച്, നമ്മുടെ ചിന്താഗതികൾ മാറ്റുന്നതിനനുസരിച്ച്, നമ്മുടെ ഫീലിങ്സ് മാറ്റുന്നതിനനുസരിച്ച് നമ്മുടെ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കും. അതെ അതെ, അതിനാണ് ശരിക്കും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. പ്രയാസമാണ് ഉള്ള കാര്യമാണ് എന്ന് പറയുമ്പോഴും അത് എളുപ്പമുള്ളതാക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാൽ കഴിയും എന്നുള്ള ഒരു ഇത് ഞാൻ കണ്ടിരുന്നു. അത് തന്നെയാണ് സാർ പറഞ്ഞത്. പെർഫെക്റ്റ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓൾ റൈറ്റ്. അപ്പൊ എങ്ങനെയാണ് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? താങ്ക് യു സർ. നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് കേട്ടോ ഇത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ചുറ്റുപാടുകളെ അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യങ്ങളെ ഒന്നും മാറ്റാനായിട്ടല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളുടെ അതിനോടുള്ള ഒരു മനോഭാവം, അതാണ് നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ രാജേന്ദ്രൻ സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ, സാറും പറഞ്ഞ പോലെ തന്നെ നമുക്കത് എളുപ്പമാണ്. ഞാനൊക്കെ മുമ്പ് എന്തെങ്കിലും ചെറിയ കാര്യത്തിന് പോലും ഭയങ്കര പെട്ടെന്ന് ഡൗൺ ആവുന്ന ആളായിരുന്നു. പക്ഷെ പിന്നെ ഇങ്ങനെ മാറി മാറി വന്നു ഇപ്പൊ മൈൻഡ്. ഇപ്പന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് സാഹചര്യം ഉണ്ടായാലും അതിന് അപ്പൊ തന്നെ ഒരു സമാധാനം കണ്ടെത്താനായിട്ട് ഞാൻ തന്നെ ശ്രമിക്കും. അതിൽ നിന്നൊരു സന്തോഷവും, പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യത്തിലായാലും സന്തോഷം കണ്ടെത്താനും, അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ മൈൻഡിനെ കാമാക്കിയിട്ട് അതിലൊരു സമാധാനം കണ്ടെത്താൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് അത് പറ്റും. മുമ്പൊക്കെ ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ആളായിരുന്നു. പക്ഷേ സാർ പറഞ്ഞ പോലെ എന്താണെന്നറിയില്ല, നമ്മൾക്ക് ഇങ്ങനെ കുറച്ചും കൂടെ മൈൻഡിന് ഒരു മെച്യൂരിറ്റി വരുമ്പോഴും ഒക്കെ അങ്ങനെ മാറി. എളുപ്പം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ശീലമായി മാറും. അങ്ങനെ സന്തോഷിക്കാന്നുള്ളതും സമാധാനം കണ്ടെത്താന്നുള്ളതും ശീലമായിട്ട് മാറും. അപ്പൊ എല്ലാവർക്കും അത് പറ്റും എന്നുള്ളതാണ്. സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള തിങ്സിലോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലോ ഒന്നല്ല നമ്മളുടെ സന്തോഷം, സമാധാനം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മളുടെ ക്രിയേഷൻ തന്നെയാണ്. അടിപൊളിയാണ്, അടിപൊളി പോയിന്റ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിൽ എടുത്താൽ മതി കേട്ടോ. അത് വളരെ പവർഫുൾ ആണ്. അതായത് പ്രതികരിക്കുന്നത് അത് എൻ്റെ ഒരു തീരുമാനമാണ്, അല്ലെ, ഒരു സൃഷ്ടാവിൻ്റെ തീരുമാനമാണ്. ഞാനാണ് സൃഷ്ടാവ്, ഐ ആം ദ ക്രിയേറ്റർ എന്ന് നമ്മുടെ മനസ്സ് വിശ്വസിക്കുമ്പോൾ അത് വേറെ തലത്തിലുള്ളൊരു പവറാണ്. ഇമാജിൻ ദ പവർ, അല്ലെ. ഞാനാണ് സൃഷ്ടിക്കുന്നത്, ഞാനാണ് സൃഷ്ടാവ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നൽകുന്ന ഒരു പവർ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ്, അത് വേറെ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, അപ്പം അതിന് വേണ്ട അവയർനെസ്സിനുള്ള കാര്യങ്ങൾ ചെയ്യാം, മെഡിറ്റേഷൻ റെഗുലർലി ചെയ്യാം. പിന്നെ നമുക്ക് മേ ബി ഞാൻ പറഞ്ഞ മാതിരി തന്നെ അടുത്ത ഏതെങ്കിലും ഒരു സെഷനിൽ അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന സച്ചിനയ്ക്കും ഡിൻബൽ ടീമിനും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.